Okay, an object is said to be in simple position when the axis of the object is perpendicular to any one of the reference plane. Okay, ഒരു ഒബ്ജക്റ്റിന്റെ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ഓർ വി പി ആകുമ്പോഴാണ് നമ്മൾ അതിനെ സിമ്പിൾ പൊസിഷനിലാണെന്ന് പറയാം. Okay, so this is a pyramid. The axis is perpendicular to HP ആണ് ഇപ്പോൾ ഉള്ളത്. So it's in simple position. When the axis of the object is perpendicular to VP, then it is said to be also in simple position. Okay, അപ്പോൾ axis perpendicular to HP or VP ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ സിമ്പിൾ പൊസിഷൻ എന്ന് പറയും. Okay, and ഞാൻ പറഞ്ഞതല്ലേ സിമ്പിൾ പൊസിഷൻ എന്താണെന്ന് അല്ലേ? So how will you start the drawing? How will you start the figure? How will you start to draw the figure when an object is in its simple position? Simple position ഉള്ള ഒബ്ജക്റ്റിന്റെ ഏത് വ്യൂ ആണ് നമ്മൾ ആദ്യം വരയ്ക്കുക? ഏത് വ്യൂ ആദ്യം വരയ്ക്കുക? അതിന്റെ എൻഡ് ഫേസ് കാണുന്ന വ്യൂ ആണ് ആദ്യം വരയ്ക്കേണ്ടത്. ഓക്കെ, സോ സപ്പോസ് ദ ഒബ്ജക്റ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. ആക്സിസ് പെർപെൻഡിക്കുലർ എച്ച് പി ആണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഒരു സ്ക്വയർ പ്രിസം ആണ്. സോ at this portion axis perpendicular to HP, axis of the prism is perpendicular to HP. So in this position എനിക്ക് ഇതിന്റെ end phase എന്ന് പറഞ്ഞാൽ രണ്ട് end phase ഉണ്ട്. ഇതിന്റെ end phase ന്റെ ഷേപ്പ് കാണുന്നത് ടോപ്പ് വ്യൂ ആണ് അല്ലേ? ടോപ്പ് വ്യൂ ആണ്. So you have to start with the top view and suppose the axis perpendicular to VP, perpendicular to VP ആയിട്ടാണ് ആക്സിസ് ഉള്ളതെങ്കിൽ end view കാണുന്ന പൊസിഷൻ ഏതായിരിക്കും? ഏത് വ്യൂലാണ് end view കാണാം? അതായത് end phase കാണുന്നത് ഇത് സ്ക്വയർ ആണെന്നുള്ളത് കാണുന്നത് നമുക്ക് ഫ്രണ്ട് നോക്കണം. സോ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഫ്രണ്ട് വ്യൂ. ഓക്കെ, നമ്മൾ ഇതിന്റെ നെയിമിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. സോ ലെറ്റ്സ് ഡു എ പ്രോബ്ലം. ഓക്കെ, സിമ്പിൾ പൊസിഷനുള്ള ഒരു ഒബ്ജക്റ്റ് വരച്ചു നോക്കാം. ഓക്കെ, റൈറ്റ് ഡൗൺ, ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ സ്ക്വയർ പ്രിസം. റൈറ്റ് ഡൗൺ, ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ സ്ക്വയർ പ്രിസം. Draw the projections of a square prism of side 30 mm, and height 40 mm, side 30 mm and height 40 mm, resting on HP on one of its square faces, and one vertical face parallel to VP, one vertical face parallel to VP. Full stop. The nearer edge parallel to VP is 30 mm in front of VP. The nearer edge parallel to VP is 30 mm in front of VP. The nearer edge parallel to VP is 30 mm in front of VP. Okay, എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയല്ലോ? എഴുതിയില്ലേ? Now നമ്മളിവിടെ തന്നുള്ള ക്വസ്റ്റ്യൻ എന്താണ്? Square prism is resting on one of its square faces on HP. Okay, so എൻ്റെ കയ്യിലുള്ളത് ഒരു സ്ക്വയർ പ്രിസം ആണ്. നിങ്ങൾ അസ്യൂം ചെയ്യാം. സോ ദിസ് ഇസ് എ സ്ക്വയർ പ്രിസം. ഇറ്റ്സ് റെസ്റ്റിംഗ് ഓൺ HP on one of its സ്ക്വയർ ഫേസസ്. രണ്ട് എൻഡ് ഫേസ് ഉണ്ട്, രണ്ട് എൻഡ് ഫേസ് സ്ക്വയർ ആണ്. സോ ഇത് HP റെസ്റ്റ് ചെയ്യുന്നത് വൺ ഓഫ് ഇറ്റ്സ് എൻഡ് ഫേസിലാണ്. ഓക്കെ, ഇങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. പക്ഷെ ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത് ഇങ്ങനെ തന്നെ വെക്കണം നിർബന്ധമില്ലല്ലോ. കുറച്ച് തിരിച്ചിട്ട് വെച്ചൂടെ? ഇങ്ങനെ വെക്കാലോ, എങ്ങനെ വേണമെങ്കിൽ വെക്കാലോ. ഈ സ്ക്വയർ ഫേസ് HP ടച്ച് ചെയ്യണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, ഇതെങ്ങനെ വേണമെങ്കിലും എനിക്ക് വെച്ചൂടെ? സോ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കണ്ടീഷൻ കൂടെ അവിടെ തന്നത്. ദാറ്റ് ഈസ് one vertical face is parallel to VP.
Okay, how many vertical faces are there for a square prism? At this position, how many vertical faces are there? എത്ര vertical face ഉണ്ട്? ഇവിടെ ബാക്കിൽ വരുന്ന ഒരു vertical face, പിന്നെ ഫ്രണ്ടിൽ ഒരു vertical face, ഇതൊരു vertical face ആണ്, ഇത് vertical face. So totally 4 vertical faces are there. Okay, so one vertical face is parallel to VP എന്ന് പറഞ്ഞിട്ടുണ്ട്. So ഞാനിപ്പോൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ഈ പൊസിഷനിൽ ഈ ഒരു ഫേസ്, ദിസ് ഇസ് നൗ പാരലൽ ടു VP അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെക്കാം. ഓക്കെ ഓക്കെ, ദിസ് ഫേസ് ഈസ് നൗ പാരലൽ ടു VP. സോ ഇത് പാരലൽ ടു VP ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് അതും പാരലൽ ടു VP ആവുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ പ്രശ്നമില്ല. വൺ വെർട്ടിക്കൽ ഫേസ് പാരലൽ ടു VP ആണെന്ന് മാത്രമേ പറഞ്ഞു. സോ ദിസ് ഈസ് ദ പൊസിഷൻ. ഓക്കെ, സോ ഇൻ ദിസ് പൊസിഷൻ നിങ്ങൾ ഏത് വ്യൂ ആണ് വരക്കേണ്ടി വരിക? ഞാനിപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ കാരണം ബേസ് HP സ്ക്വയർ ഫേസ് HP ഉള്ളത് പറഞ്ഞുകൊണ്ടാണ്. നൗ വാട്ട് ഇസ് ദ കണ്ടീഷൻ ഓഫ് ദ ആക്സിസ്? ആക്സിസ് നൗ പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ഇൻ വിച്ച് വ്യൂ യു ക്യാൻ സീ ദ ട്രൂ ഷേപ്പ് ഓഫ് ദ എൻ ഫേസ്. എൻ ഫേസിന്റെ അല്ലെങ്കിൽ ആ സ്ക്വയർ ഫേസിന്റെ വ്യൂ കാണുന്നത് നമുക്ക് ഫ്രണ്ട് നോക്കിയാൽ കാണില്ലല്ലോ, ടോപ്പ് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. സോ ടോപ്പ് വ്യൂയിലാണ് നിങ്ങൾക്ക് എൻ ഫേസ് കാണുന്നത്. സോ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പ് വ്യൂ. ഓക്കെ, നൗ ഹൗ ടു സ്റ്റാർട്ട് ദ ടോപ്പ് വ്യൂ? ടോപ്പ് വ്യൂ എങ്ങനെ വരയ്ക്കണം? XY line, draw the XY line. ഓക്കെ, എനിക്ക് ഇതുപോലെ വരക്കാം. ഓക്കെ, ഓർ ഇതുപോലെ വരയ്ക്കുന്നതിന് പ്രശ്നമില്ലല്ലോ, ഇത് സ്ക്വയർ തന്നെയല്ലേ? ഇത് ഏത് ടൈപ്പിൽ വേണം ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്? ടോപ്പ് വ്യൂല് ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ, വിച്ച് ഇസ് ദ കറക്റ്റ് പൊസിഷൻ? With the given condition. Okay, Siddharth, Sunil, first condition ആണ് പറയുന്നത്. What about others? ഏത് പൊസിഷനിൽ വേണം വരയ്ക്കാൻ? ഫസ്റ്റ്. ഓക്കെ, അക്ഷര ഫസ്റ്റ്. സോ എല്ലാവരും ഫസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താ? ബിക്കോസ് ഇവിടെ നമുക്ക് ഒരു ഫേസ് പാരലൽ ടു VP ആക്കണം എന്ന് പറഞ്ഞല്ലോ. വൺ ഫേസ് പാരലൽ ടു VP ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പാരലൽ ടു VP ആയി കഴിഞ്ഞാൽ ടോപ്പ് നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ അതിങ്ങനെ വരണ്ടേ? ഓക്കെ, ടോപ്പ് നിന്ന് കാണുന്ന സമയത്ത് എങ്ങനെയാണ്? കേട്ടോ, ടോപ്പ് നിന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ വരണ്ടേ? അതായത് XY ലൈന് പാരലായിട്ട് ഒരു എഡ്ജ് വരണ്ടേ? അപ്പൊ ഇത് ഞാൻ ഇങ്ങനെയുള്ള സാധനം നിങ്ങൾ ടോപ്പ് നോക്കുന്ന സമയത്ത് എങ്ങനെ വരാം? ഇതുപോലെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ XY ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. സോ XY ലൈന് പാരലായിട്ട് തന്നെ എഡ്ജ് വരണം. ഓക്കെ, ആക്ച്വലി ആ ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് വേർട്ടിക്കൽ പ്ലെയിനെയാണ്. ഓക്കെ, നമ്മളോട് ഒരു വേർട്ടിക്കൽ പ്ലെയിൻ പാരലൽ ടു VP ആക്കണമെന്ന് പറഞ്ഞല്ലോ. സോ ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ആക്ച്വലി ഒരു വേർട്ടിക്കൽ ഫേസിനെയാണ്. ടോപ്പിൽ നമുക്ക് ഒരു ലൈനായിട്ടേ കാണാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. കാരണം എന്താ? ടോപ്പിൽ നമുക്ക് ഒരു ലൈനായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു പ്ലെയിൻ ഇത് നമുക്ക് ഇതൊരു പ്ലെയിനാണെന്ന് നിങ്ങൾക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ കാണാം. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ലൈനായിട്ടേ കാണാൻ പറ്റുള്ളൂ അല്ലേ? ടോപ്പിൽ ഇതൊരു ലൈനായിട്ടേ കാണാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ഇതിന്റെ ടോപ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്ലെയിന് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ലൈൻ മാത്രമേ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. അത് ആക്ച്വലി റെപ്രസെന്റ് ചെയ്ത് കംപ്ലീറ്റ് ആ ഒരു സർഫസിനെ തന്നെയാണ്, ആ ഒരു വെർട്ടിക്കൽ ഫേസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വൈൽ നെയിമിംഗ് ദിസ് ഒബ്ജക്റ്റ് എങ്ങനെ വരിക? A, B, C, D. These are the top faces, top corners. Now base corners are P, Q, R and S. Okay, base corners visible അല്ലാത്തതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇരിക്കുക. അത് നിങ്ങളോട് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനിപ്പോൾ വരച്ചത് കറക്റ്റ് ആണോ? ഇത്ര മാത്രം ചെയ്താൽ മതിയോ? Is there any other condition?
എന്തെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? ലാസ്റ്റ് സെന്റൻസ് നോക്കുക, എന്താണ്? ദ നിയറർ എഡ്ജ് പാരലൽ ടു വി പി ഈസ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ദ നിയറർ എഡ്ജ് പാരലൽ ടു വി പി ഈസ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതായത് ഏതാണ് ഇവിടെ വി പിക്ക് നിയർ ആയിട്ടുള്ള എഡ്ജ്? വി പിക്ക് നിയർ ആയിട്ടുള്ള എഡ്ജ് കാണണമെങ്കിൽ ടോപ്പ് വ്യൂല് നിയറർ ടു എക്സ് ലൈൻ ആയിട്ടുള്ള എഡ്ജ് ആയിരിക്കും നിയറർ ടു വി പി. ഓക്കെ, ടോപ്പ് വ്യൂല് നിയറർ ടു, ഇവിടെ നോക്കാം, ഇതിനകത്ത് വി പിക്ക് അടുത്ത് വരുന്നത് നമുക്ക് ടോപ്പ് നോക്കുന്ന സമയത്ത് അത് എക്സ് ലൈൻ അടുത്തായിട്ട് കാണാം. ഓക്കെ, ടോപ്പ് വ്യൂല് നമുക്ക് ആ എഡ്ജ് എക്സ് ലൈൻ അടുത്തായിട്ടാണ് കാണാൻ പറ്റുക. സോ ദിസ് ഈസ് ദ എഡ്ജ് ദാറ്റ് ഈസ് നിയറർ ടു ദ വി പി ആൻഡ് ദിസ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 30 mm in front of VP. This edge should be 30 mm in front of VP. So നിങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ എക്സ് ലൈന് വരച്ചിട്ട് 30 mm മെഷർ ചെയ്തിട്ട് എക്സ് വൈ ലൈന് വരച്ചതിന് ശേഷം 30 mm താഴേക്ക് മെഷർ ചെയ്തതിനു ശേഷം മാത്രമേ ഈ പാരലൽ ആയിട്ടുള്ള എഡ്ജ് വരയ്ക്കാൻ പാടുള്ളൂ. ബട്ട് ഞാനിവിടെ എക്സ് ലൈൻ ഒന്ന് മാറ്റി റീഡ്രോ ചെയ്യാം. ഇത് കംപ്ലീറ്റ് ഇപ്പൊ ഞാൻ മാറ്റി വരയ്ക്കുന്നതിന് പകരം ഞാൻ തൽക്കാലം എക്സ് വൈ ലൈൻ മാറ്റി വരയ്ക്കുക. സോ നിങ്ങൾ ചെയ്യണം, ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കുക, 30 mm ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേണം ഈ എഡ്ജ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. നൗ ദിസ് ഈസ് 30 mm apart, 30 mm in front of VP. Okay, now ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. എക്സ് ലൈനിലേക്ക് ആദ്യം പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് കാണുന്ന ഹൈറ്റ് എത്രയാണ്? എത്രയാണ് ഹൈറ്റ്? 40 mm ആണ് ഹൈറ്റ്. സോ 40 mm നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം. സോ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് റെക്ടാംഗിൾ ആയിട്ടാണ് കിട്ടുക. ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാം ഈ ഒരു പൊസിഷനിൽ? ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏതൊക്കെ പോയിന്റ്സ് ആയിരിക്കും ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ? ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ നെയിം ചെയ്ത് പറയാം. എ ബി സി ഡി, ദീസ് ആർ ദ ടോപ്പ് ഫേസ് കോർണേഴ്സ്. അതിന് താഴെയായിട്ട് പി ക്യു ആർ എസ് ഇങ്ങനെയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് വിസിബിൾ ആകുന്ന കോർണേഴ്സ് ഏതൊക്കെയായിരിക്കും? എ ബി പി ക്യു അല്ലെ? സിദ്ധാർത്ഥ്, ആദർശ്, എ ബി പി ക്യു. ഓക്കെ അല്ലേ? ഞാനിത് കണ്ടുപിടിക്കുന്നതിന് എളുപ്പം മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതായത് എക്സ് വൈ ലൈനിന്ന് എവേ ആയിട്ടുള്ള കോർണേഴ്സ്, എക്സ് വൈ ലൈനിന്ന് നിയർ ആയിട്ടുള്ള കോർണേഴ്സ് ആണ് ഡി എസ് പിന്നെ സി ആർ ഒക്കെ. എവേ ആയിട്ടുള്ള കോർണേഴ്സ് എ പി ബി ക്യു. ഓക്കെ, അപ്പൊ ടോപ്പിൽ നമ്മൾ നെയിം ചെയ്തതിൽ എക്സ് വൈ ലൈനിന് എവേ ആയിട്ടുള്ള കോർണേഴ്സ് ആയിരിക്കും നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആവുക. ഓക്കെ, സോ ഇവിടെ ഞാൻ നെയിം ചെയ്തത് എങ്ങനെയായിരുന്നു? എ ബി സി ഡി പി ക്യു ആർ എസ്. സോ ഇവിടെ എയും ബിയും വിസിബിൾ ആയിരിക്കും, അതുപോലെ പിയും ക്യൂവും വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ എന്ന് നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ഇവിടെ ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ടുന്ന സമയത്ത് 2 പോയിന്റ്സ് ആണ് മാർക്ക് ചെയ്യാനുള്ളത് അല്ലെ? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ ഇതിൽ എവിടെയാണ് ഞാൻ എ മാർക്ക് ചെയ്യേണ്ടത്? മുകളിലായിട്ട് മാർക്ക് ചെയ്യാം. ബിക്കോസ് എ ബി സി ഡി എന്ന് പറയുന്നത് ടോപ്പ് ഫേസ് ആണ്. എ ബി സി ഡി ടോപ്പ് ഫേസ് ആണ്, അത് മുകളിൽ വരും. സോ എ ഡാഷ് മാർക്ക് ചെയ്യുക. അതുപോലെ സിമിലർലി ബി ഡാഷ് മുകളിലാണ് മാർക്ക് ചെയ്യുക. പി ആൻഡ് ക്യൂ ബേസ് കോർണേഴ്സ് ആണ്. സോ ഇവിടെ പി വരും ആൻഡ് ക്യൂ ഈ ഒരു പൊസിഷനിൽ വരും. ക്യൂ നേരെ മുകളിൽ വരുന്നത്. ഇനി ഇൻവിസിബിൾ ആയിട്ടുള്ള കോർണേഴ്സ് ഏതൊക്കെയാണ് നോക്കുക. ഇൻവിസിബിൾ ആയിട്ടുള്ള കോർണേഴ്സ് ഏതൊക്കെയാണ്? എന്റെ നേരെ ബാക്കിലായിട്ട്, എന്റെ ബാക്കിലായിട്ട് ആയിരിക്കും ഇത് വരുന്നത് ഡി വരുന്നത്, ബിന്റെ ബാക്കിലായിട്ട് സി വരും. അപ്പൊ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് എ ബി സി ഡി കംപ്ലീറ്റ് ഇവിടെ മുകളിലായിട്ട് വരിക. ഓക്കെ, എക്സലന്റ് ലെവലിൽ പി ക്യു ആർ എസ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഡി അല്ലെ, ടോപ്പ് ഫേസിൽ ഡി എന്ന് പറയുന്നത് നമ്മളിവിടെ നേരെ മുകളിലേക്ക് കഴിയുമ്പോൾ ഇത് എവിടെയാണ് ഡി വരിക? സോ ഡി ഡാഷ്, അതുപോലെ സി ഡാഷ്, ബി ഡാഷിന്റെ ബ്രാക്കറ്റ്. നെക്സ്റ്റ് പിന്റെ ബാക്കിലായിട്ട് എസ്, ക്യൂവിന്റെ ബാക്കിലായിട്ട് ആർ, ആർ ഡാഷ്. ഇതൊക്കെ ഇൻവിസിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിന്റെ ആക്സിസും കൂടെ മാർക്ക് ചെയ്യാം. ആക്സിസ് കാണണമെങ്കിൽ
മാർക്ക് ചെയ്യണമെങ്കിൽ സെന്റർ പോയിന്റ് ആദ്യം മാർക്ക് ചെയ്യാം. ഓക്കെ, സെന്റർ പോയിന്റ് എങ്ങനെ കിട്ടാം? ഇതിന്റെ ഒരു ഡയഗണൽ വരച്ചാൽ മതി. ഇത് സ്ക്വയർ അല്ലേ, അപ്പോൾ ഇവിടെ ഒരു ഡയഗണൽ, രണ്ട് ഡയഗണൽ വരച്ചാൽ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇത് തിന്നായിട്ടേ വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഡയഗണൽസ് തിന്നായിട്ട് ഈ ജസ്റ്റ് ഒരു പോയിന്റ് കിട്ടുന്നതിന് അതിന് മാത്രം. ഓക്കെ, അവിടുന്ന് നേരെ ഒരു ലൈൻ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, പ്രിസത്തിന്റെ കേസിൽ ഒരു സ്ക്വയർ പ്രിസ് ആണെങ്കിൽ ഇതിന്റെ ഈ എഡ്ജിന്റെ കറക്റ്റ് മിഡിൽ തന്നെയാണ് നമുക്ക് വരിക. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇതുപോലെ ആക്സ് മാർക്ക് ചെയ്യാം. ആക്സിൽ യൂസ് ചെയ്യുന്ന ലൈൻ എന്താ? ഇവിടെ കാണുന്നില്ല, ഞാൻ വരച്ച ലൈൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ചെയിൻ ലൈൻ ആണ് കേട്ടോ, ചെയിൻ ലൈൻ ആണ്. ചെയിൻ ലൈൻ എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റ് ലോങ് ഡാഷ് ഷോർട്ട് ഡാഷ്. ഓക്കെ, ലോങ് ഡാഷിന്റെ ലെങ്ത് നിങ്ങൾ 10 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് ഡാഷ് 2 mm. ഓക്കെ, 5:1 പ്രൊപ്പോർഷനിൽ വരയ്ക്കുക. 5:1 പ്രൊപ്പോർഷനിൽ ലോങ് ഡാഷ് 10 mm, ഷോർട്ട് ഡാഷ് 2 mm, 10, 2 അങ്ങനെ വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? വരച്ചത് ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഇത് പെട്ടെന്ന് നിങ്ങൾ ഒന്ന് കോപ്പി ചെയ്തോളൂ, പെട്ടെന്ന് വരയ്ക്കുക കേട്ടോ, പെട്ടെന്ന് കോപ്പി ചെയ്യാം. ഡയമെൻഷൻസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡ്രോ ദ എക്സ് ലൈൻ 30 mm താഴെയായിട്ട് എക്സ് പാരലായിട്ട് ഫസ്റ്റ് എഡ്ജ് വരിക 30 mm. പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച് ബാക്കിയുള്ള എഡ്ജസ് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് നേരെ ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യാം.
സോ ഇതില് സിമ്പിൾ പൊസിഷൻ ഇവിടെ ഒരു ഹെഡിങ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റിന്റെ തൊട്ട് മുകളിലായിട്ട് സിമ്പിൾ പൊസിഷൻ ഒരു സൈഡ് ഹെഡിങ് ഏതാ. ഓക്കെ, മൊഡ്യൂൾ 2 ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്, അതാണ് കേട്ടോ. മൊഡ്യൂൾ 2 ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്, സൈഡ് ഹെഡിങ് സിമ്പിൾ പൊസിഷൻ. വരച്ചു കഴിഞ്ഞോ? എത്ര പേര് കഴിഞ്ഞു? കംപ്ലീറ്റ് ചെയ്തോ? ഇനി കംപ്ലീറ്റ് ആയില്ലേ? ഇത്രയല്ലേ വരയ്ക്കാനുള്ളൂ? രണ്ട് ബോക്സിലേ വരയ്ക്കാനുള്ളൂ. ഓക്കെ, ഇത് വരയ്ക്കാൻ സാധിക്കാം. ടോപ്പിലുള്ള ഒബ്ജക്റ്റിന്റെ ബൗണ്ടറി ഇതാണ്.
അതും ഫ്രണ്ട് വ്യൂ ഇത് മാത്രമേ തിക്കായിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. കണ്ടിന്യൂസ് തിക്ക് ആൻഡ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം കണ്ടിന്യൂസ് തിൻ ലൈൻ ആണ്. തിൻ ലൈൻ വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ. നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് ഞാൻ പറയാം. നെക്സ്റ്റ് നമുക്ക് എപ്പോഴും ഒബ്ജക്റ്റ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ഓർ പെർപെൻഡിക്കുലർ വി പി എല്ലാം ഉണ്ടാകും. ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി or axis inclined to VP or axis inclined to both HP and VP. നമ്മൾ ലൈൻ inclined to HP, ലൈൻ inclined to VP, ലൈൻ inclined to both HP and VP എന്നുള്ള കേസ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആക്സിസ് ഓഫ് ദ സോളിഡ് inclined to HP, inclined to VP or inclined to both plane, അങ്ങനെയുള്ള കേസ് വരാം. Okay, so in such cases we can't draw the actual portion, orthographic portion of actual portion at the first drawing itself. ആദ്യം തന്നെ നമുക്ക് അത് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ ചേർന്നിട്ടുള്ളതെങ്കിൽ സപ്പോസ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ലൈക്ക് ദിസ്. ഇതൊരു പൊസിഷണൽ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ഓക്കെ, ഡയറക്റ്റ് നമ്മൾ വരയ്ക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിന്റെ സിമ്പിൾ പോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സിമ്പിൾ പോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ സിമ്പിൾ പോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ് നോക്കുക. അതായത് സപ്പോസ് ദ ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി, ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ വി ഹാവ് ടു മേക്ക് ദ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. This will be the initial portion. Okay, അതായത് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഈ ഒരു പൊസിഷനിലുള്ള ഒബ്ജക്റ്റ് വരയ്ക്കുന്നതിന് ഇനീഷ്യലി നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ആക്സിസ് പെർപെൻഡിക്കുലർ എച്ച് പി ആക്കിയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിനാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അതുപോലെ സപ്പോസ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻക്ലൈൻ ടു വി പി, ആക്സിസ് ഇൻക്ലൈൻ ടു വി പി ആയിട്ടാണ് ഉള്ളതെങ്കിൽ യു ഹാവ് ടു മേക്ക് ദ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം സിമ്പിൾ പോസ്റ്റിനെ ഐഡന്റിഫൈ ആണ് വേണ്ടത്. ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ ആക്സിസ് പെർപെൻഡിക്കുലർ എച്ച് പി ആക്കി പ്ലേസ് ചെയ്യുക. ദാറ്റ് വിൽ ബി ദ ഇനീഷ്യൽ പോസ്റ്റ്. പെർപെൻഡിക്കുലർ വി പി ഉള്ള കേസിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ അതാണ് ഇനീഷ്യൽ പൊസിഷൻ വരിക. ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ. അപ്പം ആക്സിസ് പെർപെൻഡിക്കുലർ എച്ച് പി ആണ് നിങ്ങൾക്ക് ടോപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇൻക്ലൈൻ ടു എച്ച് പി എന്നുള്ളത് നമ്മൾ പെർപെൻഡിക്കുലർ എച്ച് പി ആയി ഇനീഷ്യൽ പൊസിഷൻ വെച്ചു. അപ്പോൾ അവിടെ നമ്മൾ ടോപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇൻ ദ ടോപ്പ് വ്യൂ ഓൺലി യു ക്യാൻ സീ ദ ട്രൂ ഷേപ്പ് ഓഫ് ദ എൻഡ് ഫേസ്. ഓക്കെ, ആൻഡ് ഇഫ് ദ ആക്സിസ് ഇൻക്ലൈൻ ടു വി പി നമ്മളത് ആക്സിസ് പെർപെൻഡിക്കുലർ വി പി ആയിട്ട് പ്ലേസ് ചെയ്യും. ആൻഡ് ഇൻ ദാറ്റ് കേസ് യു ഹാവ് ടു ഫസ്റ്റ് ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. കാരണം ഫ്രണ്ട് വ്യൂലാണ് നമുക്ക് എൻഡ് ഫേസിന്റെ ഷേപ്പ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം പറയാം. നമ്മൾ ഓർത്തോഗ്രാഫിക് പൊസിഷൻ ഓഫ് സോളിഡ്സിൽ സപ്പോസ് നമ്മൾ സിമ്പിൾ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫർദർ ഒന്നും നോക്കില്ല, കംപ്ലീറ്റ് പിന്നെ സീറോ ആയിരിക്കും കേട്ടോ. വാല്യുവേഷൻ്റെ സമയത്ത് സിമ്പിൾ പൊസിഷൻ കറക്റ്റ് അല്ല വരച്ചതെങ്കിൽ ഓക്കെ പിന്നെ അങ്ങോട്ട് പിന്നെ ഒന്നും നോക്കില്ല, അവിടെ തന്നെ കംപ്ലീറ്റ് സീറോ മാർക്ക് ഇടും. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ ഐഡന്റിഫൈങ് ദ സിമ്പിൾ പൊസിഷൻ. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ, ഒബ്ജക്റ്റിന്റെ ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ ആക്സിസ് പെർപെൻഡിക്കുലർ എച്ച് പി വെച്ചാൽ അതാണ് സിമ്പിൾ പൊസിഷൻ വരിക. ഓക്കെ, ആൻഡ് ആക്സിസ് ഇൻക്ലൈൻ ടു വി പി ആണ് ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആക്കുക. ദാറ്റ് വിൽ ബി ദ സിമ്പിൾ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഓരോ കേസിലും നമുക്ക് ഓരോ വ്യൂ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു പൊസിഷൻ നമുക്ക് ഫ്രണ്ട് വ്യൂ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരാം. നേരത്തെ കേസിൽ ടോപ്പ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചോ, നമുക്ക് പ്രോബ്ലം പിന്നെ ചെയ്യാം. റൈറ്റ് ഡൗൺ ടോപ്പിക് എഴുതാം. Position of solids with axis inclined to one plane and parallel to the other. Position of solids with axis inclined to one of the reference planes and parallel to the other. Position of solids with axis inclined to one of the reference planes and parallel to the other. Write down question.
Draw the projections of a hexagonal prism. Draw the projections of a hexagonal prism of base side 20 mm. Draw the projections of a hexagonal prism of base side 20 mm and axis length 50 mm. Draw the projections of a hexagonal prism of base side 20 mm and axis length 50 mm, 50. When it rests on the ground, on one of the edges of the base, and and the axis inclined at 35 degree to the ground. When it rests on the ground on one of the edges of the base and the axis inclined at 35 degree to the ground and parallel to the VP. Draw the projections of a hexagonal prism of base side 20 mm and axis length 50 mm when it rests on the ground on one of the edges of the base and the axis is inclined at 35 degree to the ground and parallel to the VP. So ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് കുറച്ചൊന്ന് സ്പീഡ് ആക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാത്തത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, so let's stop here. Thank you.